ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കപ്പ് കേക്കിൽ മൈദയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ കപ്പ് കേക്ക് മോൾഡിൻ്റെ ആവശ്യമില്ല. മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് ഇഡ്ഡലി സ്റ്റീമറിൽ ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുള്ള കപ്പ് കേക്കാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് പഞ്ചസാര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു പകുതി പഴവും ചേർക്കുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കപ്പ് കേക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഞാൻ കുറച്ച് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ തണുപ്പൊന്ന് മാറ്റിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിച്ചിട്ട് ചേർക്കാം. പിന്നെ അതുപോലെ ഇത് ഒരുപാടങ്ങ് മധുരമുള്ള ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പതച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഴമാണ് ചേർക്കുന്നത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഞാനിവിടെ വലിയ പഴം ആയതുകൊണ്ട് ഒരു പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ റോബസ്റ്റ പഴം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ അളക്കാൻ എടുക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതിൽ തന്നെ അളന്നെടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ കുറച്ച് കളറ് കുറവായിരിക്കും. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലായിടവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗീയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതേപോലുള്ള ചെറിയ ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസിൻ്റെ തന്നെ ബൗൾ വേണമെന്നില്ല. സ്റ്റീലിൻ്റെ ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് കുഴിയുള്ളതാണെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാവും. വേഗത്തിൽ ഇളകി വരാൻ വേണ്ടി നന്നായിട്ട് എല്ലായിടത്തും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരു 1/2 ഭാഗത്തിലും കുറച്ച് കൂടുതലായിട്ട് ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് നിറച്ചൊഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് വേവിച്ചെടുത്ത് കഴിയുമ്പം മുകളിലേക്ക് ഒരുപാട് പൊങ്ങി വരും. ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവി വെള്ളം നേരിട്ട് വീഴാതിരിക്കാനാണ്. എന്നിട്ട് ഇതേപോലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റീമറിൽ. ഇനി ഇത് ആദ്യത്തെ തട്ട് വെച്ച് കൊടുത്തിട്ട് 3 എണ്ണമാണ് ഒരു സമയത്ത് ഞാനിത് വേവിച്ചെടുക്കുന്നത്. എൻ്റേത് ചെറിയ ഇഡ്ഡലി തട്ടാണ്. അപ്പോൾ 3 എണ്ണം മാത്രമേ പറ്റൂ. എന്നിട്ട് ഇതൊരു 6-7 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കായി കിട്ടും. അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ്. അപ്പോൾ ഇത് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനി തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു കത്തിയോ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം.
ഇപ്പോൾ ഒരുപാട് നിറച്ചിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ ഇതേപോലെ നല്ല ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ഒഴിക്കാതിരിക്കുക. നല്ല സോഫ്റ്റാണ്, അതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതെടുത്ത് മാറ്റാം. ഞാൻ ബാക്കിയുള്ള 2 കപ്പ് കേക്കിന് കൂടെയുണ്ട്. അത് ഞാൻ മറ്റൊരു 2 കപ്പിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ വേവിച്ചെടുക്കാം. കേക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നമ്മൾ ബേക്കിംഗ് സോഡ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇതിൽ നിന്ന് ഇളകി വരും. ഈ അളവിൽ ഞാനൊരു 5 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ എടുക്കുന്ന കപ്പ് അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 6, 7 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലുതാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 4 എണ്ണമൊക്കെ പറ്റൂ. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാൻ മുറിച്ച് എടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബേക്ക് ചെയ്യാൻ അറിയാത്തവർക്കും അതുപോലെ മൈദ യൂസ് ചെയ്യാത്തവർക്കും ബേക്കിംഗ് പൗഡർ ഇല്ലാതെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്